എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോമതി ആകാശമൊക്കെ ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് അതിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മോനെ നീ വരാൻ പറ്റുമെങ്കിൽ നീ വരണമെന്ന് പറയണം. അത് ഞാൻ പറഞ്ഞല്ലോ അമ്മ, ഞാൻ മിത്രനെ വിടാന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ കുഴപ്പം. എന്നാലും നിനക്കറിയാലോ, നീ വന്നില്ലെങ്കിൽ ഈ അമ്മയുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുമെന്ന്. അതൊക്കെ എനിക്കറിയാമേ. കല്യാണത്തിന് ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം, പിന്നെ അമ്മ എത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് പറയാണ്. ഇത് കേട്ട മീനാക്ഷി പറഞ്ഞു, അവന് ജോലിയുള്ളല്ലേ, അവൻ പോട്ടെ, മിത്ര വരാന്ന് പറഞ്ഞല്ലോ, പിന്നെ അമ്മ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുക. അത് ശരിയാ, എന്നാലും നീ ഇല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് ഒരു സമാധാനം ആവത്തില്ലടാ. നീ ഉണ്ടെങ്കിൽ അമ്മയ്ക്കൊരു ധൈര്യവാ. അത് നിനക്കറിയാവുന്ന കാര്യമില്ലേന്ന് ചോദിക്കാം. അതൊക്കെ എനിക്കറിയാമേ, അമ്മ ടെൻഷൻ അടിക്കാതെ പോ, കാര്യങ്ങളൊക്കെ നല്ല മംഗളകരമായിട്ട് നടക്കട്ടെ. പിന്നെ കല്യാണം ആവുമ്പത്തേനും നമ്മൾ അങ്ങോട്ട് അടിച്ചു പൊളിക്കില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ, ഇപ്പൊ ഞാനും മിത്ര എല്ലാരും കൂടെ പോയി അടിച്ചു പൊളിക്കാം, കല്യാണത്തിന്റെ സമയത്ത് ആരും വന്നാൽ മതി എന്ന് പറയണ. അങ്ങനെ സംസാരിച്ചതിന് ശേഷം ഗോമതിയൊക്കെ പിന്നീട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. അതിനുശേഷം അവർ വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലനെ അവരെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. എന്ത് പറഞ്ഞു നിന്റെ മോൻ ചെന്ന് വിളിച്ചിട്ട്? അല്ല, അവന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവൻ വരത്തില്ല എന്ന്. എനിക്കറിയാവുന്ന കാര്യം അവൻ വരത്തില്ല എന്ന്. അവൻ എന്നോടുള്ള വാശിയാ. ഞാൻ വിളിക്കണം പോലും. ഇനിയിപ്പൊ ഞാൻ വിളിച്ചാലും അവൻ വരുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാം. ഇതേ ബാലേട്ടാ, ഇങ്ങനൊന്നും പറയരുതെന്ന് പറയണം. പിന്നെ പിന്നെ എങ്ങനെ പറയണം? ഇത് കേട്ടപ്പം ആനന്ദ് പറഞ്ഞു, അതെ അച്ഛാ, ഇപ്പൊ കുഴപ്പമില്ല, പക്ഷെ കല്യാണത്തിന് സമയമാകുമ്പത്തിന് അവനെ വിളിക്കണേ, അല്ലെങ്കിൽ ആ പടം നാണക്കേടാവും. ഉദയഭാനു സാറിന്റെ വീട്ടുകാരെ അറിഞ്ഞ മോശക്കേടല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു, കണ്ടില്ലേ, അവൻ എന്ത് പറഞ്ഞാലും ഇപ്പൊ അവന്റെ ഒരു ഉദയഭാനു സാറിന്റെ അവര് മാത്രമേ ഉള്ളൂ, ഇപ്പൊ നമ്മളാരും ഒന്നും അല്ലെന്ന് പറയണം. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അത് പറഞ്ഞപ്പോഴും ഞാനൊരു കാര്യം ഓർത്ത്. അതെ, ഉദയഭാനു സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു പറയും. അയ്യോ, എന്താ അച്ഛാന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ചില ചടങ്ങുകളെ കുറിച്ച് പറയാനായിട്ടായിരുന്നു. നമ്മള് പെൺവീട് കാണാൻ ചെന്നപ്പോൾ പെണ്ണിന് വളയിടുന്ന ഒരു ചടങ്ങുണ്ടെന്ന്, അത് വേണ്ടാന്ന് പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയാ. ഇത് കേട്ടതും ഗോമതി, അയ്യോ, ആ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നുപോയെന്ന് പറയാ. ബാലൻ പറഞ്ഞു, എനിക്കിതിനെ കുറിച്ച് അറിയത്ത് പോലും ഇല്ലായിരുന്നു പറയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ചടങ്ങ് നടത്തണ്ടേന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗോമതി പറഞ്ഞു, അല്ല, അവര് വേണ്ടെന്നല്ലേ പറഞ്ഞത്, അവര് വേണ്ടാന്ന് പറഞ്ഞ അവരുടെ മര്യാദ. പക്ഷേങ്കിൽ അങ്ങനെയല്ലല്ലോ, അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നവരല്ലേ, അപ്പൊ അവരെ ആരുടെ മുന്നിൽ നാണം കെടാൻ പാടില്ല. അപ്പൊ നമ്മൾ ആ ചടങ്ങ് നടത്തണമെന്ന് പറയാം. ആനന്ദ് പറഞ്ഞു, അത് ശരിയാ, അങ്ങനെ ചടങ്ങ് നടത്തണം വെച്ചാൽ അങ്ങനെ ഒരു ചടങ്ങുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നടത്തിയിരിക്കണം, ചടങ്ങ് നടത്താതിരിക്കരുതെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, എനിക്കെന്തോ ഇമാതിരി ചടങ്ങിനോടൊന്നും ഒരു താല്പര്യമില്ലെന്ന് പറയാണ്. ബാലൻ പറഞ്ഞു, അതെന്താ അങ്ങനെ പറഞ്ഞേ? ഈ കുടുംബത്തിൽ ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന കല്യാണം അല്ലേന്ന് ചോദിക്കും. ധർമ്മം പറഞ്ഞു, ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന കല്യാണം അല്ല, എല്ലാ രീതികളും അനുസരിച്ച്, ബാക്കിയെല്ലാം ഒളിച്ചോട്ട കല്യാണമായിരുന്നല്ലോ, ഇപ്പൊ എല്ലാ രീതി അനുസരിച്ച് അച്ഛനും അമ്മയൊക്കെ അറിയിച്ചോണ്ട് നല്ല രീതിയിൽ നടക്കാൻ പോകുന്ന കല്യാണം അല്ലേന്ന് ചോദിക്കുക. ഓ, അങ്ങനെ. മീനാക്ഷി പറഞ്ഞു, എന്നാൽ ഇമാതിരി ചടങ്ങിന്റെ കാര്യമുണ്ടോ? ഈ വളയിട ചടങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ വേണോന്ന് ചോദിക്കുക. അതൊക്കെ വേണം മോളെ, അതൊക്കെ അതിൻ്റെതായ രീതിക്ക് നടന്നോളും. ഇനി ആ കാര്യത്തിൽ നമുക്കൊരു ടെൻഷൻ വേണ്ടെന്ന് പറയണം. ഇനി ഉദിഭാനു സാറിന്റെ മുന്നിൽ നമ്മൾ ആരും നാണം കിട്ടി നിൽക്കാൻ പാടില്ല, അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേന്ന് ചോദിക്കാം. മീനാക്ഷി പറഞ്ഞു, ഇനിയിപ്പോ എല്ലാവരുടെയും ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് നടക്കട്ടെ എന്ന് പറയാണ്. ഈ സമയം ആര്യൻ എന്ത് ചെയ്യാണ്? ആര്യൻ റെഡിയായിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങണം. അപ്പോഴത്തേക്കും മീനാക്ഷി എന്നിട്ട് മീനാക്ഷി അല്ല, മിത്ര എന്നിട്ട് ചോദിച്ചു, അല്ല, ആര്യൻ ഇത് എങ്ങോട്ടാ പോകാൻ തുടങ്ങുന്ന ചോദിക്കുക. ഞാൻ പുറത്തു വരെ പോയിട്ട് പെട്ടെന്ന് വരാം. അതെന്തിനാ പുറത്തു പോകുന്ന ഈ സമയത്ത്? അത് അത് പിന്നെ നാളെ ആനന്ദേട്ടന്റെ പെൺവീട് കാണാൻ പോവല്ലേ, അപ്പൊ ആ സമയത്ത് എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ആയിരിക്കും, കാരണം അച്ഛൻ എല്ലാവർക്കും പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നീ മാത്രം പഴയത് ഇട്ടുകൊണ്ട് പോകുന്ന എങ്ങനെയാ? നിനക്കൊരു സാരി വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറയാ. വേണ്ട ആര്യ, അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം. അത് നീ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാനും കൂടെ തീരുമാനിക്കണ്ടെന്ന് ചോദിക്കുകയാണ്. വേണ്ട, ഇനിയിപ്പൊ ആന് സാരി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മാത്രല്ല, ആര്യയിൽ എവിടുന്ന സാരി എടുക്കാൻ പൈസ? ആരും ബാക്കി വരുന്ന പൈസയല്ല എന്റെ കൊണ്ട് തരുവല്ലേ ചെയ്യുന്നത്, പിന്നെ എവിടുന്ന പൈസ എന്ന് ചോദിക്കും. അല്ല, അത് പിന്നെ എന്റെ പരിചയത്തിലുള്ളൊരു കടയാ, ചിലപ്പോൾ 2 ദിവസം താമസിച്ച് പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാലും അവര് ഡ്രസ്സ് എടുത്ത് തന്നോളൂ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞാൽ ഇത്ര പറഞ്ഞു, അങ്ങനെ ഇപ്പൊ ആരും ഡ്രസ്സ് എടുത്തോണ്ട് വരണ്ട. ദേ, ആരിന് എത്ര ഡ്രസ്സ് എടുത്ത് തന്നെന്ന് പറഞ്ഞാലും ആരിന് ആദ്യമായിട്ട് എനിക്ക് എടുത്തു തന്ന ഡ്രസ്സില്ലേ, അതിൻ്റെത് അത്ര ഒന്നും വരത്തില്ല. അതുകൊണ്ട് എത്രയൊക്കെ സാരി എടുത്തെന്ന് പറഞ്ഞാലും ഞാൻ ആ സാരി മാത്രം എടുത്തുകൊണ്ട് പോകാൻ പോകുന്നുള്ളൂ, വെറുതെ എന്തിനാ സാരി എടുത്ത് പൈസ കളയെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആരും പറഞ്ഞു, മിത്ര, അത് പഴയതല്ലേ, നീ ഉടുത്തല്ലേ കോളേജിലൊക്കെ, അതിനെന്താ കുഴപ്പമിരിക്കണേ? ഉടുത്താണെങ്കിൽ എന്താ കുഴപ്പം? ആ സാരിയുടെ വില വേറൊന്നിനും വരത്തില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് കോടി രൂപ തരാന്ന് പറഞ്ഞാലും ഞാൻ ആ സാരി ആർക്കും കൊടുക്കാൻ പോകുന്നില്ല, കാരണം ആ സാരി എനിക്ക് എത്ര പ്രിയപ്പെട്ടാന്ന് പറയണം. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, ആ, നിന്റെ ഇഷ്ടം അങ്ങനെയാണെ അങ്ങനെ നടക്കട്ടെ എന്ന് പറയണം. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, ഇതെന്താ ആര്യം ഇങ്ങനെ? ഒരു സ്നേഹത്തോടെയൊക്കെ ഒന്ന് പറ, ഒന്നും അല്ലാലും ഭാര്യ ഇത്ര കാര്യമായിട്ട് സംസാരിച്ചല്ലേന്ന് ചോദിക്കുകയാണ്. ദേ, എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ല, നിനക്കറിയാലോ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആര്യനെ അങ്ങോട്ട് കയറിപ്പോവാണ്. ഈ സമയം ഇത്ര ആര്യനെ നോക്കി ഒന്ന് ചിരിക്കുകയാണ്. പിന്നീട് ബാലൻ വൈകുന്നേരം
മുറിയിൽ ഇങ്ങനെ ഉറക്കം വരാതെ അങ്ങോട്ട് കൊണ്ട് നടക്കുക. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നു. ഗോമതി വന്നിട്ട് ചോദിച്ചു, എന്താ ബാലേട്ടാ, ബാലേട്ടന് ഉറക്കമില്ലേന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ എന്തോ ഉറക്കം വരുന്നില്ല എന്ന് പറയാണ്. എന്താ പ്രശ്നം എന്താ? അതെ, നമുക്ക് നാളെ പോകുന്ന സമയത്ത് ജ്വല്ലറിയിൽ ഒന്ന് കയറണം എന്ന് പറയാണ്. അവൾക്ക് വളയെടുക്കണ്ടേന്ന് ചോദിക്കണം. ചടങ്ങുകൾ നമ്മളായിട്ട് മുടക്കണമെന്ന് പറയാ. ആ അതാണ് കാര്യം, നമുക്ക് പോകുന്ന വഴി കയറാന്ന് പറയണം. കയറി വാങ്ങിച്ചിട്ട് പോകാന്ന് പറയാ. പക്ഷേ ബാലന്റെ മനസ്സ് വല്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്താ ബാലേട്ട, ഇനിയും ബാലേട്ട കിടന്ന് ഉറങ്ങാറായില്ലേ എന്ന് ചോദിക്കാണ്. അല്ല അത് പിന്നെ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ഓ ഉദയഭാനു സാറിന്റെ വീടും വിശേഷങ്ങളൊക്കെ ആയിരിക്കും മനസ്സിലല്ലേന്ന് ചോദിക്കാം. അത് പിന്നെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെ വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കുക, രാവിലെ എഴുന്നേക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഗോമതി ആ കയ്യിലേക്ക് പിടിച്ചുകൊണ്ട് ബാലിനെ അവിടെ കട്ടിലിരുത്തുവാണ്. പിന്നെ അവസാനം ബാലൻ കിടക്കുവാണ്. പിറ്റേ ദിവസം നേരം വെളുത്തു. പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ആനന്ദ് കണ്ണാടി മുന്നിൽ നിന്ന് ഭയങ്കര ഒരുക്കമാണ്. ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ധർമ്മം വന്നിട്ട് പറഞ്ഞു, എടാ ആനന്ദേ ഇത് മതിയടാ, 2 മണിക്കൂറായാലോ നീ തുടങ്ങിയിട്ടെന്ന് പറയാം. എന്റെ മാമ ഞാൻ ഒരുങ്ങി തീർന്നിട്ടില്ല, മാമനൊന്ന് നോക്കിയേ, ഈ ഷർട്ട് മതിയെന്ന് നോക്കാൻ പറയണ. ഇതിനെന്താ കുഴപ്പമിരിക്കുന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാനെന്ന് പറയാം. എന്നാലും എനിക്ക് എന്തോ ഒരു സുഖം തോന്നില്ല. അതെ ഇതൊക്കെ മതി എന്ന് പറയണം. അപ്പോഴേക്കും ആകാശം വന്നു. ആകാശം എന്ന് ചോദിച്ചാൽ എന്താ ഇതുവരെയായിട്ട് ഒരുങ്ങിയില്ലെന്ന് ചോദിക്കാം. എടാ അത് തന്നെ എനിക്കും ആനന്ദിനോട് പറയാനുള്ളേ, അവൻ 2 മണിക്കൂറായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട് അവൻ്റെ ഒരുക്കും ഇതായിട്ടും തീർന്നിട്ടില്ലെന്ന് പറയാം. ആകാശം പറഞ്ഞു, ഞാൻ കല്യാണത്തിന് പോലും ഇത്ര ഒരുങ്ങിയിട്ടില്ലോ ആനന്ദേട്ടാന്ന് പറയണം. അത് പിന്നെ എടാ ഇതങ്ങനെയല്ലല്ലോ, ഇത് പെൺവീട് കാണാനൊക്കെ പോവല്ലേ, അപ്പം നമ്മൾ നല്ല രീതിയിൽ ഒരുങ്ങണ്ടെന്ന് ചോദിക്കും. മനസ്സിലായി മനസ്സിലായെന്ന് പറയണം. അപ്പോഴേക്കുമാണ് മിത്രേനെ കൊണ്ട് ആര്യനെ അങ്ങോട്ട് വരുന്നത്. വീടിന്റെ വാതിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു, ആര്യ ഇവിടെ വരെ വന്നല്ലേ, വീട്ടിലൊന്ന് കയറിയിട്ട് പോകാൻ പറയണം. ഞാനില്ല, ഒന്നുമല്ലേലും കുറെ ഓടിക്കളിച്ചൊക്കെ അല്ലേ, ഈ വീടിനെ കുറിച്ച് കുറെ ഓർമ്മകൾ ആൻ്റെ ഉള്ളിൽ കാണുമല്ലേ, വരാൻ പറയണം. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, നീ പോയിക്കോളാൻ പറയാം. അതെന്താ ആര്യ ആൻ ഇത്ര ദേഷ്യമാണെന്ന് ചോദിക്കണം. അപ്പോഴേക്കാണ് മീനാക്ഷി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ആനെയും മിത്രനെയും കണ്ടു. നിങ്ങളോ കയറി വരാൻ പറഞ്ഞിട്ട് മീനാക്ഷി ഓടി വരുവാണ്. ഇല്ല ഇതെന്താ ഇവിടെ നിൽക്കുന്നേ? ആര്യം പറഞ്ഞു, ഞാൻ വരുന്നില്ല എന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ആരും കയറി വരാൻ പറയണം. ഇല്ല ഏട്ടത്തി ഞാൻ വരുന്നില്ല, ഞാൻ വന്നിട്ട് ശരിയാകത്തില്ലെന്ന് പറയണം. അച്ഛനെ ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയാം. അങ്ങനെയൊന്നും ഇല്ലടാ ആര്യ, അച്ഛന് ഇഷ്ടപ്പെടായിക്കൊന്നുമില്ല, അച്ഛന് കുഴപ്പമൊന്നുമില്ല, നീ വാ. പിന്നെ ഇഷ്ടപ്പെടായില്ല പോലും, ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും മുഖം കറക്കും, പിന്നെ എന്തേലുമൊക്കെ പറയും. അറിയാലോ അച്ഛൻ പറഞ്ഞില്ലെങ്കിൽ ഇപ്പം ഞാനാണെങ്കിൽ എന്തേലും പറയും, അച്ഛൻ എന്തേലും കാണിച്ചു കൂടുന്ന കാണുമ്പോൾ എനിക്ക് ദേഷ്യവും സങ്കടമൊക്കെ വരുമെന്ന് പറയണം. എടാ ആര്യ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, നീ ധൈര്യമായിട്ട് കയറി വാ, ഞാൻ അല്ലേ വിളിക്കണമെന്ന് ചോദിക്കും. അതെ മീനാക്ഷി ചേച്ചി വിളിച്ചോണ്ടായില്ല, ഞാൻ അങ്ങോട്ട് കയറി വരാൻ പോകുന്നില്ലെന്ന് പറയണം. മിത്രോട് പറഞ്ഞു, നീ കയറി പൊക്കോ, ചേച്ചിയോടെ കയറി പൊക്കാളാൻ പറഞ്ഞുകൊണ്ട് ആരുടെ അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ബാലൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ബാലിനെ കണ്ടതും മീനാക്ഷി പറഞ്ഞു, ഞാൻ പോയി അച്ഛനോട് പറയാം നിന്നെ വിളിക്കാനായിട്ട്, അച്ഛൻ വിളിച്ചാൽ നീ വരത്തില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടോ ആരിനൊന്നും മിണ്ടിയില്ല. പെട്ടെന്ന് എന്നിട്ട് ബാലിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ദേ അച്ഛൻ തെങ്ങുന്നേക്ക് ആരാ വന്നിരിക്കുന്ന, ആര്യൻ അവനെ ഇങ്ങോട്ട് വിളിക്കച്ചാ, അവൻ വരട്ടെ എന്ന് പറയണം. ഇത് കേട്ടതും ബാലിന് ഒരു നിമിഷം ഇങ്ങനെ ആരിനെ തന്നെ നോക്കുവാണ്. പിന്നീട് ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുവാണ്. ആരിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. പിന്നീട് ബാലൻ അങ്ങ് നടന്നു വരാൻ തുടങ്ങുന്ന സമയത്ത് ആര്യൻ എന്ത് ചെയ്യണം, സ്കൂട്ടി സ്റ്റാർട്ടാക്കി ആരും പെട്ടെന്ന് അങ്ങോട്ട് പോവാണ്. ബാലിന് ദേഷ്യ സങ്കടം അടക്കാൻ പറ്റില്ല. ബാലിനകത്തേക്ക് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. പിന്നീട് മീനാക്ഷി മിത്രം കൂടെ അകത്തേക്ക് കയറി തുടങ്ങുമ്പോഴത്തേനും മിത്രം നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അപ്പുറം കൃഷ്ണമംഗലത്തിൽ നിന്ന് നന്ദിത നോക്കുന്നുണ്ട്. നന്ദിതനെ കണ്ടതും വല്ലാത്ത സന്തോഷമായി. അങ്ങോട്ടേക്ക് പോകാൻ ഓർത്തുകൊണ്ട് ഗേറ്റിന്റെ അങ്ങോട്ടേക്ക് എത്തിക്കഴിയുമ്പോഴത്തേനുമാണ് അനന്തര അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മിത്ര അവിടെ നിന്നു. ഈ സമയം മിത്രനെ നന്ദിത നോക്കുവാണ്. ആ സമയം അനന്തം വന്നിട്ട് നീ എന്താ ചെയ്യുന്ന ഇവിടെ, എന്തെടുക്കാന്ന് ചോദിക്കാം. അത് പിന്നെ നമ്മുടെ മോളെന്ന് പറയണം. അപ്പൊ അനന്തനും മിത്രനെ നോക്കി. പിന്നീട് നന്ദിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ബാ നമുക്ക് പോകാന്ന് പറഞ്ഞ് അകത്തേക്ക് കൊണ്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. വല്ലാത്തൊരവസ്ഥയെ മിത്ര നിൽക്കുകയാണ്. മിത്രയുടെ കയ്യിലേക്ക് മീനാക്ഷി പിടിച്ചിട്ട് പറഞ്ഞു, ദേ ഇവിടെ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല, വന്നേന്ന് പറഞ്ഞാൽ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു. അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ആനന്ദാണ് മിത്രയെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. അത് മീനാക്ഷി ഇവിടെയുള്ള എല്ലാവരും എന്തിയേ, ഇത് എത്ര സമയമായത്, ഇതുവരെയായിട്ട് എന്നെ പോകാൻ ഇറങ്ങാറൊന്നും ആയില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു, ദേ ഇപ്പൊ തന്നെ റെഡിയാവെന്ന് പറയാണ്. ഇതെന്നാ പെട്ടെന്ന് റെഡിയാവോ എന്നും പറഞ്ഞ് പോവാണ്. മിത്ര പറഞ്ഞു, ആനന്ദേട്ടനെ എന്നെ കണ്ട മൈൻഡ് പോലും ഇല്ലോ, ആളുടെ മനസ്സ് ഇവിടെയെങ്കിലും അല്ലാന്ന് പറയണം. അത് ശരിയാ, അങ്ങനെയാണ് ആനന്ദേട്ടൻ ഒരു പണി കൊടുക്കണ്ടേന്ന് ചോദിക്കും. പിന്നെ പണി കൊടുക്കണ്ടേന്നോ? അപ്പത്തേനും ആനന്ദ് വീണ്ടും തിരിച്ചു വന്നു. ആനന്ദ് തിരിച്ചു വന്നപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, അതെ എനിക്ക് എന്തോ വല്ലാത്തൊരു തലവേദന, ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ, ഒരു 10 മിനിറ്റ് കിടക്കട്ടെ എന്ന് മിത്രയോട് പറയണം. എന്നാ ചേച്ചി പോയി കിടക്കാൻ പറയണം. ഇത് കേട്ട് ഇനിയിപ്പോൾ ആനന്ദ് പറഞ്ഞു, കിടക്കാനോ, വേണ്ട വേണ്ട 10 മിനിറ്റ് ഒന്നും കിടക്കണ്ട, എന്താ ഇപ്പൊ തന്നെ ഇറങ്ങണം, ഇനി കിടക്കാൻ സമയമൊന്നും ഇല്ലെന്ന് പറയണം. ഇത് എനിക്ക് നല്ല തലവേദന, തല പൊട്ടി പോകുന്നെന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഇപ്പൊ തന്നെ എല്ലാവരും റെഡി ആവണമെന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ് അകത്തേക്ക് ഓടുകയാണ്. കണ്ടില്ലേ കണ്ടില്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞ് ശരിയല്ലേന്ന് ചോദിക്കുകയാണ്. ആനന്ദേട്ടൻ നിലത്തെങ്ങും അല്ല നിൽക്കണേന്ന് പറയണം. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നു. ഗോമതി പറഞ്ഞു, ശോ അല്ല മോളെ നീ വന്നിട്ട് ആര്യൻ എന്തിയെന്ന് ചോദിക്കുകയാണ്. ആര്യം വന്ന് കൊണ്ടുവിട്ട് പോയെന്ന് പറയാം. എന്നിട്ട് എന്നോട് എന്താ ഒരു വാക്ക് പോലും പറയാതെ അവൻ പോയത്? ഓ അവൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ, ഈ വീട്ടിൽ വരെ വന്നിട്ട് അവൻ എന്താ വീട്ടിലൊന്നും കയറാതെ പോയത്.
ഒരു ദേഷ്യം കുറഞ്ഞിട്ടില്ലല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേന് മീനാക്ഷി പറഞ്ഞു, എന്തിനാ അമ്മ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്? ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പോണ്ട, അമ്മ ധൈര്യമായിട്ട് ഇരിക്കുക, നല്ല കാര്യത്തിന് പോവല്ലേന്ന് ചോദിക്കണം. അപ്പത്തേനും കാർ വരുന്ന ശബ്ദം കേട്ടു. ആനന്ദ് ഓടി വന്നിട്ട് പറഞ്ഞു, ഇത് എന്തെടുക്കും എല്ലാരും, ഇത് മുഹൂർത്തത്തിന് മുമ്പ് അവിടെ അങ്ങോട്ട് എത്തണം, രാഹുകാലത്തിന് മുമ്പ് അവിടെ എത്തണമെന്ന് പറയണം, ഇനിയും വെച്ച് താമസിപ്പിച്ചു കൂടാന്ന് പറയണം. ഓ, ആനന്ദേന്റെ ഒരു ധൃതി കണ്ടവർക്കും ആനന്ദേട്ടൻ ഇന്ന് കല്യാണം കഴിക്കാൻ പോവാന്ന്, പെൺവീട്ട് കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ, അതിന് ഇത്രമാത്രം വെള്ളപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് മീനാക്ഷി ചോദിക്കുക. എന്ത് ചെയ്യാൻ എന്നെ മീനാക്ഷി, പെട്ടുപോയില്ലേന്ന് ചോദിക്കുക. ആ ഇനി അത് മതി എന്നൊക്കെ പറയണം. ഈ സമയം ഉദയഭാനു ശ്രീദേവിനെ വിളിച്ചിട്ട്, മോളെ ഈ ആഭരണങ്ങളൊക്കെ ധരിക്കാൻ പറയണ. എന്റെ അച്ഛ, എനിക്ക് ഇതൊന്നും വേണ്ട, ഇതൊക്കെ ധരിച്ചോണ്ട് ഞാൻ അവിടെ മുന്നിൽ പോയിന്നിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഇത് കള്ളത്തരം ഒന്ന് കണ്ടുപിടിച്ചാൽ തീർന്നു. ഇത് കേട്ട ശ്രീകല പറഞ്ഞു, മോൾ ആ കാര്യത്ത് വിഷമിക്കേണ്ട, ഞാൻ അവരെ എന്തെങ്കിലും പറഞ്ഞ് ആ സമയത്ത് മാറ്റി വിട്ടോളാം, ആ കാര്യത്തിൽ മോള് വിഷമിക്കേണ്ടെന്ന് പറയാണ്. ദേ ശ്രീകല, ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇടയ്ക്കിടയ്ക്ക് എന്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കണം കേട്ടോ, അതൊരു മന്ത്രിയാന്നോ MLA ആന്നൊക്കെ പറഞ്ഞാൽ മതി, അതൊക്കെ ഞാൻ ഏറ്റു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇല്ലല്ലോ, എനിക്കറിയാലോ എന്ന് പറയണം. പെട്ടെന്ന് തന്നെ ഉദയഭാനു ഇപ്പോഴൊരു സമാധാനമായത്, അവരിങ്ങോട്ട് വരാറായെന്ന് തോന്നേ, കാര്യങ്ങളൊക്കെ ഒന്നും ഒരു മുടക്കം ഉണ്ടാവില്ലെന്ന് പറയണം. ശ്രീദേവി പറഞ്ഞു, എത്ര കാലം എന്ന് വെച്ചാൽ അച്ഛൻ ഇങ്ങനെ പറ്റിക്കുന്നത്, എനിക്ക് വയ്യ പറ്റിക്കാനായിട്ട്, എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയണം. ഇതേ മോളെ, എത്ര നാൾ കാത്തിരുന്നതിന് ശേഷം ഇങ്ങനെ ഒരു ആലോചന വന്നിരിക്കുന്നത്, നീ ഏട്ടാ തട്ടിത്തെറിപ്പിക്കില്ലെന്ന് പറയണം. ഇത് കേട്ടത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ശ്രീദേവി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.